വൈശാഖും മൈഥിലിയും തമ്മിലുള്ള ബന്ധം നിനക്കറിയാമായിരുന്നു? അത് ഒറ്റ വാക്കിൽ ഉത്തരം. ഒറ്റ വാക്കില് നിനക്കറിയാമായിരുന്നോ ഇല്ലയോ എന്ന്. മൈഥിലി പണ്ട് വൈശാഖിന്റെ കാമുകിയായിരുന്നു. കുടുംബത്തിൽ കയറി എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം തുലയ്ക്കുന്നോടി. അതിന് അവളെ തല്ലുന്ന എന്തിനാ? മിണ്ടരുതാൻ. അമ്മായി പിറന്ന് പരിഗണന വിട്ട് തല്ലിക്കൊന്ന് ചാക്കി കെട്ടി കടലിത്തള്ളു ഞാൻ. ജീവൻ വേണം, വിട്ടോ പോകാൻ. എല്ലാരും കൂടി എന്നെ തകർക്കുകയായിരുന്നു. എന്നെ ചതിച്ചത് മൈഥിലിയും വൈശാഖും മാത്രമല്ല, അതിന് സാഹചര്യം അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരാളിവിടെ ഉണ്ട്. അതാരാ? ദേ ഇവൾ, ഈ മീനാക്ഷി. മോനെ, വിളിക്കരുത് എന്നെങ്ങനെ. എനിക്ക് ആ വിളി കേൾക്കണ്ട. ഞാൻ ആരുടെയും മകനല്ല. എല്ലാരും ഒറ്റപ്പെടുത്തിയപ്പോ ഇവളെ ന്യായീകരിച്ചതും നിലനിർത്തിയതും ഞാനാണ്. അവന് എന്റെ ഭാര്യയായിരുന്നവളെ ഒന്നിട്ട് ഞാനിനി തിരിച്ചു വരൂ. മോനെ,
എങ്ങോട്ട് പോകുന്നടാ മോനെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ? നിനക്കൊന്നും നാണമില്ലേടാ? മുഖം മൊത്തം മൂടുന്ന ഒരു മാസ്കും വെച്ച് പോടാ. അന്തസ്സും അഭിമാനവും ഇല്ലാത്തവനെ. എടീ, മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഈ ദിവസം എന്റേതാ, എന്റേത്. യുടെ വാക്കുകൾ വെറും ജൽപ്പനമല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നിന്നെ ചെമ്പകമംഗലത്തുകാരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നേ? നടക്കാത്ത കല്യാണ സ്ഥലത്ത് കടന്നു വരാൻ ഇന്ദ്രജിക്ക് നിങ്ങളുടെ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നതാ. ഇനി ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് നാക്കിട്ടളിക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നിങ്ങൾ മുട്ടിലെടിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ചെമ്പകമംഗലത്ത് നട്ടലുള്ള ഒരു ആൺതരി ഉണ്ടെങ്കിൽ അത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയും. നിന്റെ ഈ വെല്ലുവിളി ഞാൻ വരവ് വെച്ചു. പക്ഷേ മുട്ടയിൽ എഴയേണ്ടി വന്നാലും രക്തത്തിൽ കിടന്ന് പിടഞ്ഞാലും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഇന്ദ്രജ പോകൂ. ഇതേ ജനസ് വേറെയാ. കയ്യെന്ന് വിടാ. നീ ഇതെവിടെ പോകുന്നു? കയ്യെന്ന് വിടാൻ. കയറിവൻ ധിക്കാരം കാണിക്കുന്നതിന് ഒരതിരല്ലേ? രക്തബന്ധം ഉള്ളതുകൊണ്ട് കേറി പിടിച്ചതാ. ഇവൻ എന്റെ ആങ്ങളയുടെ മകനും ദേ ഈ മീനാക്ഷി എന്റെ അനുജത്തിയുടെ മകളുവാ. എനിക്ക് ആ ബന്ധം വേണ്ട. നീ പോകുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. പക്ഷെ നീയോ നിന്റെ പോലീസ് പാർട്ടിയോ വിചാരിച്ചാൽ അവര് കിട്ടില്ല. അവൾ രഹസ്യമായി ഏതോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവനും അവളും കൂടി ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ മുംബൈയിലോട്ട് പറക്കും. അതോ ബാംഗ്ലൂരിനോ? അപ്പൊ നീ ആയിരുന്നല്ലേടി ഈ ഒളിച്ചോട്ടത്തിന്റെ അണിയറ ശില്പി? അതെ, അണിയറ ശില്പി വേറെയാ. അത് ഞാൻ പിറകെ പറയാം. പക്ഷേ മൈഥിലിയും വൈശാഖും തമ്മിലുള്ള രഹസ്യബന്ധം ഞാൻ ഈ അടുത്തിടെയാ അറിഞ്ഞത്. അത് നീ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയണോ? ഞാൻ പറയാം. ദേ, ഈ നിൽക്കുന്നവളുടെ ആങ്ങള ഒരു ഗജ ഫ്രോഡാണെന്ന് എനിക്കറിയായിരുന്നു. അവനെ കൊണ്ട്
എന്റെ മീനാക്ഷിയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ സ്വാഭാവികമായും എനിക്ക് എതിർപ്പായിരുന്നു. അങ്ങനെ അവനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറ്റാൻ ഞാൻ അവനെ ഒരു ദിവസം പിടികൂടി. മീനാക്ഷി എന്റെ ആരാണെന്ന് നിനക്കറിയോ? ചോദിച്ചത് കേട്ടില്ലേടാ? മീനാക്ഷി എന്റെ ആരാന്ന്? മീനാക്ഷി എന്റെ മകളാ, എന്റെ അനുജത്തിയുടെ മകള്. എന്റെ മകളെ പ്രേമിക്കാനും മാത്രം വളർന്നോടാ നീ? അവിടെ നടക്കാൻ പോകുന്നത് കല്യാണമൊന്നുമല്ല, ഞാനും മീനാക്ഷിയും കൂടെ ഒരുക്കുന്ന ഒരു ഡ്രാമയാണ്. ഡ്രാമയോ? മനസ്സിലായില്ല. ആ എൻ്റെ കാമുകി മീനാക്ഷി അല്ല, മൈഥിലിയ. മനസ്സിലായോ? ആങ്ങളെ എന്റെ ശത്രുവായിരിക്കാം, പക്ഷേ കാർത്തിമോനോട് എനിക്ക് പണ്ടേ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു, മറ്റൊരു പുരുഷനെ മനസ്സിൽ മാത്രമല്ല വീട്ടിലും വെച്ച് പുറപ്പിക്കുന്ന ഒരു പെണ്ണിനെ എന്റെ കാർത്തിമോന് വേണ്ടാന്ന്. അതെ, ചെമ്പകമംഗലം കുടുംബത്തിലെ ഞങ്ങൾക്കേറ്റ അപമാനമാണിത്. അത് ഞങ്ങൾ സഹിക്കുകയോ പരിഹരിക്കുകയോ ചെയ്തോളാം. നിങ്ങളുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് പോവാം. പ്ലീസ് ഗെറ്റ് ഔട്ട്. അങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കല്ലേ മോനെ ജഗദീഷ്. ഈ ദിവസം എനിക്കൊന്ന് ആഘോഷിക്കണ്ടേ? എന്തായാലും ഇതൊരു അപമാനമാണെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിച്ചു. എന്നാ പിന്നെ ചോദിക്കട്ടെ, എന്റെ അനുജത്തി മാധുരിയെ ജയറാമൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നപ്പോ എന്ത് ഭൂകമ്പമായിരുന്നു ഈ ചെമ്പകമംഗലത്ത്. നാട് പ്രകമ്പനം കൊള്ളിച്ചില്ലേ ഈ രാജലക്ഷ്മി അമ്മ? അടിച്ച് പുറത്താക്കിയില്ലേ ഇവിടുന്ന് എന്റെ അനുജത്തിയെ? പൊടിയടച്ച് പിണ്ടം വെച്ചില്ലേ ജയറാമനെ? അന്തസ്സുള്ള ഒരു തറവാട്ടിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് രാജലക്ഷ്മി അമ്മയ്ക്ക് അപമാനമായിരുന്നു. കൊച്ചുമകന്റെ ഭാര്യയെ മകന്റെ അളിയൻ കട്ടോണ്ട് പോയതില് യാതൊരു അപമാനവും ഇല്ല. ഇന്ദ്രജയ് ഇറങ്ങി പോടി കൊടുത്ത്. പോകാം. ചരിത്രം ആവർത്തിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. കണ്ടു. ഇതിനൊക്കെ കാരണക്കാരി ആരാന്നറിയോ? ദേ, ഇവൾ ദത്തെടുത്ത എന്റെ മകൾ മീനാക്ഷി. ഈ മീനാക്ഷിയ മൈഥിലിക്കും വൈശാഖിനും ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്.
അവള് പറഞ്ഞതൊക്കെ നേരെ. ഇവളും അവനും കൂടെ ഒരൊറ്റ കൈയായിരുന്നു. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കില്ലേ. വൈശാഖ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് മൈഥിലി ചേച്ചിയാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിർത്തടി. നീ കള്ളിയാ, ശാപം കിട്ടിയ സന്തതി. നീ വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതിയതാ നീ ഞങ്ങളുടെ തറവാട് മുടിപ്പിക്കുമെന്ന്. മോളെ, തുടരുതവളെ. തൊട്ടാ നിന്നെ ചവിട്ടി പുറത്താക്കും ഈ ചെമ്പകമംഗലത്ത് നിന്ന്. ഇവൾ അസുരവിത്താണ്, അസുരവിത്ത്. മോളെ, നിനക്കെന്താടാ ഇത്ര ടെൻഷൻ? ഏയ് ഇല്ല, അത് കാർത്തിക്കിന് വെറുതെ തോന്നിയതായിരിക്കും. കാർത്തിക് എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ KR നരസിംഹൻ, അവനൊരു ആക്സിഡന്റ് പറ്റി. അവനെയും കൊണ്ട് വന്നതാ. ഇവള്, ഈ നാശം പിടിച്ചവള് മൈഥിലെ ചെക്കപ്പിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പോയത് വൈശാഖിനെ കാണിക്കാനായിരുന്നു. അവരെന്ന് സമ്മേളിച്ചത് ഒരു റെസ്റ്റോറന്റിലായിരുന്നു അല്ലടി. മൈഥിലി എനിക്ക് എഴുതി വെച്ച ഈ കത്തിൽ മീനാക്ഷിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ചെയ്തു കൊടുത്ത ഉപകാരത്തിന്. ഇവൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് ഞാനാ. എന്റെ ഇടം നെഞ്ചിൽ തന്നെ ഇവൾ ആഞ്ഞു കുത്തി. വിളിക്കരുത് നീ എന്റെ മോനെ അങ്ങനെ. ചതിച്ചിട്ട് നിന്ന് കരയുന്നോ പിശാച്?